അധികം നീളമില്ല, നമുക്ക് ബോറാകുന്ന രൂപത്തിലുള്ള ഒരു നീളമോ പറ്റ കുറഞ്ഞ നീളക്കുറവുള്ള ആളോ അല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ കുറിച്ച് പറയുന്നത് ഒത്തുചേർന്ന ഒരു ശരീരമായിരുന്നു എന്ന് സ്വഹാബത്ത് പറയുന്നത് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നെഞ്ഞും വയറും ഒരേ ലെവലിലായിരുന്നു. നമ്മളെ പോലെ പൊങ്ങിട്ടോ അങ്ങനെയൊന്നല്ല. ഹബീബായ തങ്ങളുടെ നെഞ്ഞും വയറും ഒരേ ലെവലിലുള്ള ശരീരമായിരുന്നു എന്ന് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നടക്കുമ്പോൾ അത് പ്രത്യേകമായി കാണാമായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ അസ്റഅ മിൻ മശി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെക്കാളും വേഗത്തിൽ നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കഅന്നമൽ അർദു തുത്വാലഹു, ഭൂമി ഹബീബായ തങ്ങൾക്ക് ചുരുട്ടിക്കൊടുത്തതുപോലെ കാണാം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹബീബായ തങ്ങളുടെ നടത്തം തന്നെ ഒരു ലക്ഷ്യബോധമുള്ള നടത്തായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഈ അപ്പനോടും കുട്ടിയോടിനോടും വർത്താനം പറഞ്ഞാലുള്ള നടത്തമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടിച്ചായിട്ടുള്ള നടത്തമൊന്നുമല്ല ഹബീബായ തങ്ങൾക്ക്. തങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യത്തിലേക്ക് അതിശീഘ്രം നടന്നെത്തും എന്ന് കാണാം. ഹബീബായ തങ്ങളുടെ ഒരു പ്രത്യേകതയും ഒരു ഗൗരവവുമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതം. ഹബീബായ തങ്ങളെ കുറിച്ചുള്ള ആ നടത്തത്തിന്റെ മറ്റൊരു രൂപം അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ മശാ തഖല്ലഅ കഅന്നമാ യൻഹത്തു മിൻ സദർ. ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ബലം ഉണ്ടാവും. അതേ നടത്തായിരുന്നു ഹബീബായ തങ്ങൾക്ക് എല്ലാ സമയവും. ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന രൂപത്തിലായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം എന്ന് കാണാം. അതുപോലെ അവിടുത്തെ ശരീരത്തിനെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മസിസ്തു ഹരീറൻ വലാ ദീബാതൻ അലിയന മിൻ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ കൈ പിടിക്കുമ്പോൾ സ്പോഞ്ച് പിടിച്ചതുപോലെയാണ്. സ്പോഞ്ച്, പട്ടും പഞ്ഞിയൊന്നും ഇതിന്റെ അയലോക്കത്ത് എത്തൂല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞ ഈ ആശയം. തങ്ങളുടെ കൈ പിടിച്ചാൽ സ്പോഞ്ച് പോലെയായിരുന്നു എന്നാണ്. മാത്രല്ല വലാ സമീഅതു മിസ്കൻ വലാ അംബറൻ അത്വീബ മിൻ ദീനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അടുക്കൽ ചെന്നാൽ തന്നെ തങ്ങളുടെ ആ ഒരു സുഗന്ധം, അത് അൻപർ മിസ്ക് എന്ന് പറയുന്ന ഈ സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും മുന്തിയ രണ്ടെണ്ണം, അതിൻ്റെക്കാളും മേലെ നിൽക്കുന്നതായിരുന്നു ഹബീബായ തങ്ങളുടെ വാസന എന്ന് കാണാം. ഹബീബായ തങ്ങളുടെ ഭാര്യമാരൊക്കെ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വലിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കുമായിരുന്നു, അത്തറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. അത്രയും പരിമളമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് കാണാം. ചുരുക്കി പറഞ്ഞാൽ ഹബീബായ തങ്ങളുടെ എല്ലാം സ്വഹാബത്തിൽ ഇങ്ങനെ നിരീക്ഷിച്ച് കാണാം. ഹബീബായ തങ്ങളെ എല്ലാ നിലക്കും പിൻപറ്റിക്കൊണ്ടാണ് സ്വഹാബത്ത് അസ്ഹാബി കന്നുജൂം എന്ന ഒരു മർത്തബയിലേക്ക് എത്തിക്കഴിഞ്ഞത്. നക്ഷത്രതുല്യരാണ് സ്വഹാബത്ത് മുഴുവനും. അവരാരെ പിൻപറ്റിയാലും വിജയിക്കുന്നവരാണ് എന്ന് ഹബീബായ തങ്ങൾ പറയുന്ന തലത്തിലേക്ക് സ്വഹാബത്ത് മാറിയത് ഇങ്ങനെ ഹബീബായ തങ്ങളെ നിരീക്ഷിച്ചത് കൊണ്ടാണ്. ആ ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. രണ്ട് ലോകത്തും ഹബീബായ തങ്ങളുടെ ഒരു സാന്നിധ്യം കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.